ഹായ്, എൻ്റെ പേര് നിതിൻ. വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് റോൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് എത്രയായിട്ട് ഒരു 1 മന്ത് ആയതേ ഉള്ളൂ. സംഭവം എന്താ വെച്ചാൽ ഇന്നലെ ഒരു ന്യൂസ് കണ്ടിരുന്നു. വിഭജിക എന്നൊരു സഹോദരിയുടെ ഒരു കുട്ടിയും ചെറിയൊരു മോളാണ് മരണപ്പെട്ട വിവരം. അപ്പോൾ ഷാർജയിൽ വെച്ചായിരുന്നു, സൂയിസൈഡായിരുന്നു. എന്താ വെച്ചാൽ സ്ഥിരം കേൾക്കുന്ന പോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിലായി മരണം നടന്നിട്ടുള്ളത്. ആ ഒരു സഹോദരി ഒരുപാട് പീഡനങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ഫേസ്ബുക്ക് വഴിയാണ് തോന്നുന്നു പുറത്ത് വിട്ടത്. അപ്പോൾ അത് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് വഴി വിട്ട ഓരോരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആ വിഭജിയുടെ അമ്മ അങ്ങനെയായിരുന്നു അത് കണ്ടത്. എന്റെ കുഞ്ഞനുഭവിച്ച പീഡനങ്ങൾ ഞാൻ ഫേസ്ബുക്കിൽ കൂടെ കാണേണ്ടി വന്ന ഒരു തള്ളയാ. അത്രത്തോളം അവൾ എന്നെ മറച്ചു മോനെ. ഒരു നിമിഷം പോലും ഈ 2 മക്കൾ എനിക്കുണ്ട്, എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അമ്മ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ കുറച്ചൊരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാം. ഉപദ്രവിക്കുന്നത് ഇപ്പം ഞാൻ ഈ ഫേസ്ബുക്കിലാണ് ഞാനും ഇതെല്ലാം കാണുന്നത്. സാറേ, എൻ്റെ മോൾ എന്തോരം പീഡനം അനുഭവിച്ചിരിക്കുന്ന ആ ഫോട്ടോ കണ്ടിട്ട്. എന്നിട്ട് ഈ അമ്മയെ അറിയിക്കട്ടെ അവൾ പറഞ്ഞല്ലോ. അമ്മയെ അറിയിക്കാതെ പോയില്ലേ. ഞാനിത് കണ്ടപ്പോഴാണ് എൻ്റെ മോൾ ഇത്രയും സഹിച്ചോന്ന് ഞാൻ അറിയുന്നത്. അത്രയും ക്ഷമിക്കാൻ പറ്റിയ ഒരു മോളെ ഇവൻ കൊന്നു കളഞ്ഞില്ലേ, ഇവൻ്റെ ആളുകളും ചേർന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്താണ് പ്രേരിപ്പിച്ചതെന്ന് വെച്ചാൽ, പിന്നെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ട് ഇപ്പം കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണമില്ലാനാണെങ്കിൽ എന്ത് ഊരി വരാനും വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വൃത്തിയായിട്ടൊരു നിയമവ്യവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യൻ നിയമവ്യവസ്ഥ. ആർക്കും പണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം. എനിക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഒന്ന് ഈ സ്ത്രീധനത്തിൻ്റെ കാര്യം, പിന്നെ എന്ന് വെച്ചാൽ ഈ അറേഞ്ച് മാരേജ്, ലവ് മാരേജ്, ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യം പറയാനുണ്ട്. കൊലപാതകിയായ അവൻ്റെ പേര്, ആ നാറിയുടെ പേര് നിതീഷ്. അപ്പോൾ അവൻ്റെ ഫോട്ടോ ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രോം ചെയ്ത് നോക്കിയാണ്. ക്രോമിൽ ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാത്തിലും അവൻ്റെ മുഖം ഒന്ന് ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ചെറ്റൻ്റെ ഫോട്ടോ മാത്രം ബ്ലർ ചെയ്ത് വെച്ചിട്ട് വിഭജിക എന്ന സഹോദരിയുടെ ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവൻ്റെ ഫോട്ടോ അങ്ങനെ കൊടുത്തിട്ടില്ല, ബ്ലർ ചെയ്ത് കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് അതിൻ്റെ ഒരു ഇത് എനിക്ക് മനസ്സിലായില്ല. ഇവൻ്റെ മുഖമല്ല ശരിക്കും എടുത്ത് കാണിക്കേണ്ടത്, ആൾക്കാർ അറിയണമല്ലോ. ഒരുപാട് കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ, ചിലപ്പോൾ മക്കളെ ഒരു അഭിപ്രായം കൂടി നോക്കാതെ ഇപ്പോഴും കല്യാണം കഴിച്ച് വിടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അവർക്ക് വേണ്ടത് അവരുടെ മക്കൾ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ജീവിക്കണം എന്നായിരിക്കും ആഗ്രഹം. എന്നാലും കുറേ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അല്ലാതെ പെട്ടെന്ന് ഒരു ബന്ധുക്കളൊക്കെ ഈ സത്യം പറയാനല്ല, ഈ ഒരു 40 ഏജൊക്കെ വരുന്ന അവരൊക്കെ ധാരണ ഇപ്പോഴും ഒരുമാതിരി പഴഞ്ചൻ ചിന്തകളും കാര്യങ്ങളൊക്കെയാണ്. കുടുംബത്തിൻ്റെ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റേ അവിടെ നടക്കില്ല, അതൊന്നും കെട്ടിച്ചിട്ടില്ല. അല്ലെങ്കിൽ പ്രപ്പോസൽ പറയുകയാണെങ്കിൽ അതൊക്കെ ഒന്നൊരാൾ ഇഷ്ടമാണ്, അതൊന്നും നടക്കില്ല. നമ്മളെ കുടുംബത്തിലോ അതൊന്നും പറ്റൂല. നമ്മൾ വലിയ തറവാട്ടുകാർ, നമ്മൾ വലിയ മറ്റേതാണ്. എന്തോ ഒരു ഈ ജീവിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളാണ് ജീവിക്കേണ്ടത്. അല്ലാതെ ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ബന്ധുക്കളും മാമന്മാർ ആരെങ്കിലും അവരൊന്നല്ല ഇവരുടെ കൂടെ ജീവിക്കേണ്ടത്. ഇവർക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സ്പേസും ഉണ്ടാക്കി കൊടുക്കണം എന്ന് എനിക്ക് പറയാനില്ല. ഒരു അഫെയറിൻ്റെ കാര്യം വീട്ടിൽ പറയുകയാണെങ്കിൽ അവർ പേടിയാണ് പറയാൻ വേണ്ടി. അഥവാ പറഞ്ഞാൽ തന്നെ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു വലിയ തറവാട്ടുകാരും അങ്ങനെയാണെന്നില്ലാണെങ്കിൽ അത് നമ്മളെ കുടുംബത്തിൽ പറ്റുന്നില്ല, നമ്മളെ കുടുംബത്തിൽ ഒന്നും നടക്കൂല. ആരെയും പറയുന്നത് കൂടുതൽ അച്ഛനമ്മയെന്നായിരിക്കില്ല പറയുന്നത്. ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന കുറച്ച് ടീംസല്ലേ, അവരായിരിക്കും കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ലേ. മരിച്ചു കഴിഞ്ഞാലായിരിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുക. കെട്ടിച്ച് കൊടുക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒരുപാട് അന്വേഷിക്കണം. അല്ല ഇങ്ങനെ പിടിച്ചത് ഒരുത്തിന് അത് നടക്കൂല, അതുകൊണ്ട് ഇവന് കെട്ടിച്ച് കൊടുത്ത് പെട്ടെന്ന് ഇവിടെ കല്യാണം നടത്തണം, അങ്ങനെയാണ് ഇവർ പറയല്. കുട്ടികൾ അവരൊരു അഫെയറും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവർ നല്ല നോക്കി തിരഞ്ഞെടുക്കുന്നവരും ഉണ്ടല്ലോ. അപ്പോൾ അത് ഒന്ന് അന്വേഷിക്കുക, അത് നല്ല രീതിയിൽ നടത്തി കൊടുക്കുക. മക്കളെ ജീവനോട് കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഒരുമാതിരി നടക്കൂലോ, നമ്മൾ മറ്റേ ഇതുപോലത്തെ പണവും പ്രശസ്തി എല്ലാം നോക്കിയിട്ട് മാത്രം കെട്ടിച്ചു കൊടുക്കുക. അവസാനം അവർ ഈ സ്ത്രീധനത്തിൻ്റെ പേരിലും ഇതിനൊക്കെ പേരിൽ കെട്ടി തുണിച്ചാവും. പിന്നെ അവരുടെ വീട്ടുകാർക്ക് പോയി. പിന്നെ കരട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ
അത് ചെയ്ത് കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചങ്ങായിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് ആ വീഡിയോയിൽ. ആ അമ്മ അങ്ങനെയാണ് പറയുന്നത്, ഒരു അഫെയർ ഉണ്ടായിരുന്നു. അത് അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ വിഭജിക കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അവനോട് പറഞ്ഞെന്ന് പറയുന്നത് നിനക്ക് അഫെയർ ഉണ്ടെന്ന് ഞാൻ കണ്ടല്ലോടാ. എന്നാ ഞാൻ അത് ക്ഷമിക്കാൻ തരാം. എന്നാലും നമ്മളെ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി ജീവിക്കാൻ എനിക്ക് മനസ്സില്ലെന്ന് അവൾ പറഞ്ഞെന്ന് പറയുന്നു മോനെ. എന്നിട്ടും അവൻ ഇത് ചെയ്തെങ്കിൽ അവൻ്റെ തെറ്റുകൾ അവന് തന്നെ തോന്നിക്കാണും. അതുകൊണ്ടല്ലേ മോനെ. പിന്നെ ഇതിലൊരു 2 കഥാപാത്രം കൂടിയുണ്ട്. അതായത് ഒന്ന് 2 സ്ത്രീകളാണ്. അതായത് ഒന്ന് നമ്മളെ ഈ വിഭജിക എന്ന് പറയുന്ന സഹോദരിയും, പിന്നെ ഈ ചെറ്റയെ നിതീഷ് എന്ന് പറയുന്ന അവൻ്റെ സഹോദരി. 2 സ്ത്രീകളാണ്. എനിക്കതാണ് മനസ്സിലാകാത്തത്. ഒരു പെണ്ണിന് മനസ്സിലാവേണ്ടതല്ലേ? അപ്പം അവളും കൂടി ഇൻവോൾവ് ആണെന്നാണ് പറയുന്നത്. അതായത് അവൻ്റെ ഫാമിലി മൊത്തത്തിൽ ഇവനൊരു ലക്ഷറി ലൈഫ് മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന ചങ്ങായി എന്നാണ് ആ വീഡിയോയിൽ മൊത്തത്തിൽ പറയുന്നത്. അപ്പം ആൾക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷാർജയിൽ. അപ്പോൾ ആളുടെ പങ്ങൾ അവിടെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ രണ്ടാൾക്കും നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ വിഭജികയുടെ കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും ഈ ചങ്ങായി പോവില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അതിൻ്റെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അവൻ്റെ പെങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ണുകീറിയാൽ കണ്ടൂടാ. അതെനിക്ക് നല്ല ഉറപ്പാണ്. ഒരു തരത്തിൽ ഒരു സ്വന്തം ഭർത്താവിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനൊരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത നാത്തുമാരുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? എൻ്റെ കുഞ്ഞും അവൻ്റെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോയാൽ അന്ന് അവൾ പ്രശ്നമാണ്. ഉടനെ അവനെ വിളിപ്പിക്കും. അവൻ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയായിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല, എൻ്റെ മോളുമായിട്ട് പോകരുത്. അതാണ് അവളെ വാശി. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നാത്തു ഭർത്താവിൻ്റെ പെങ്ങൾ. അവൾ അവിടെ വലിയ പൊസിഷനിൽ ജോലിയുള്ള ആളാണ്. ഇതൊക്കെ പോരാഞ്ഞിട്ട് സർവ്വതിനും ഈ ആങ്ങളെ വേണം. കൊച്ചിനെ സ്കൂളിലാക്കണം, അവൾക്ക് മീൻ മേടിക്കാൻ പോകണമെങ്കിൽ, അവളെ ഓഫീസിലാക്കാൻ പോകണമെങ്കിൽ എല്ലാത്തിനും ഈ ആങ്ങളെ വേണം. ഞാൻ ഒരു ദിവസം ഞാൻ ചോദിച്ച്, അവൾ അച്ഛനോട് ചോദിച്ച്, എന്താ അച്ഛ ഇങ്ങനെ ഒരു കാര്യത്തിന് അവളെ ഭർത്താവ് പോകത്തില്ലേ? എല്ലാത്തിനും ഈ നിതീഷുമായി. അപ്പോൾ എൻ്റെ മോളെ കാര്യങ്ങൾക്ക് ആരും പോവും? ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ആളുകളെ മെയ്ഡിനെ കൊണ്ടുപോകണം. അപ്പോൾ അവൾ ഒരു കാര്യത്തിനും എൻ്റെ മോൾക്ക് അവനെ വിട്ടു കൊടുക്കില്ല എന്ന് വാശി. ആളുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവനെ കിട്ടുന്നില്ല, നല്ല പെങ്ങളെ കാര്യം മാത്രമാണ് നോക്കുന്നത്. ഒന്നും വേണ്ട, നമ്മളൊരാണല്ലേ, നമ്മളൊരു സാധാരണക്കാരനായ ഒരുത്തിന് ഒരു പെണ്ണ് നോക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ സാലറിയിൽ നിന്ന് എന്തായാലും അവൻ നോക്കും നല്ല രീതിയിൽ. അത്യാവശ്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവനെപ്പോലത്തെ ഒരു വലിയൊരു പണക്കാരൻ്റെ പിന്നെയും പണം വേണം. അതിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യേനെയും കുട്ടീനെയും കൊടുക്കുക. ഒന്നുമില്ല, അവൻ്റെ ഒരു മോളല്ലേ ഇത്. സ്വന്തം കുട്ടീനോടൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു പറഞ്ഞാൽ ആ കുട്ടി കാര്യം സമയത്ത് വിഭജിക ഒന്ന് നോക്കുമെന്നോ അങ്ങനെ പറയുന്ന സമയത്ത് ഇവനെടുത്ത് കൊണ്ടാടാനും കിട്ടുന്നു. അങ്ങനെ എന്തെല്ലാം ആ വീഡിയോയിൽ പറയുന്നത്. അതിൽ തന്നെ അവൻ്റെ സ്വഭാവം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചെറ്റാണെന്നും പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. പിന്നെ എനിക്ക് പറയാമെന്ന് വെച്ചാൽ ഈ സ്ത്രീധനത്തിനെ കുറിച്ചാണ്. എന്തിനാണ് ഈ സ്ത്രീധനമൊക്കെ വാങ്ങുന്നത്? ശരിക്കും ഒന്നാമത് ഇത് ഇല്ലീഗലാണ്. പിന്നെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ ചെക്കന് ഇപ്പോൾ ഈ കല്യാണം അയക്കുന്ന ഒരു തെണ്ടിക്ക് വേണ്ടി കൊടുക്കുന്നത്. എന്നാൽ ചോദിച്ചു വാങ്ങുന്നവരുണ്ട്. ചിലപ്പോൾ അവൻ്റെ പൊസിഷൻ നോക്കിയിട്ട് അതിന് പറ്റിയൊരു വണ്ണം എന്നല്ല, അതുകൊണ്ട് സ്ത്രീധനം കിട്ടണം, ഇതെല്ലാം കൊണ്ടാണ് ഈ സ്ത്രീധനം ചോദിക്കുന്നത്. പണി അടിക്കാൻ കഴിവുണ്ടെങ്കിൽ പിന്നെ പണിയിട്ട് പൈസ ആക്കാൻ പിന്നെ എന്താണ് ഇവരെ പെണ്ണിൻ്റെ വീട്ടുകാർ സ്വർണ്ണം തേങ്ങയൊക്കെ വാങ്ങാൻ നിൽക്കുന്നത്? സ്വന്തമായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കുക, നോക്കുക, കുടുംബത്തിനെ നോക്കുക. ആ കുടുംബത്തിന് നോക്കാൻ പറ്റുന്നവൻ കെട്ടിയാൽ പോരെ. പെണ്ണിൻ്റെ വീട്ടുകാരെ പൈസ കൊണ്ടാണോ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അങ്ങനെയെല്ലാം കെട്ടിയാൽ മതി, അല്ലാത്തവൻ കെട്ടണ്ടെന്ന്. സ്ത്രീധനൊന്നും വാങ്ങിയിട്ട് കല്യാണം കഴിക്കുന്നത് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അതൊക്കെ കല്യാണം കഴിക്കണം തോന്നിയാൽ സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക, നിന്നിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, അത്രയുള്ളൂ. ഈ പെണ്ണിൻ്റെ വീട്ടുകാരെ പണമെല്ലാമായിട്ട് എന്തിനാണ്? അവർക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയത്, അവരെ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. മോൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവൾ അനുഭവിക്കട്ടെ, അവൾക്ക് വേണ്ടിയിട്ട് അവളെ ഇഷ്ടത്തിന് എന്ത് ചെയ്യട്ടെ. അല്ലാതെ നമുക്ക് വേണം നമുക്കൊന്ന് കിട്ടണം, അപ്പോൾ അത് കുറഞ്ഞു പോയി അതിൻ്റെ പേരിൽ പ്രശ്നം. എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിക്കാണ്ട് നിന്നാൽ പോയി. ഇനിയും ഇങ്ങനത്തെ എല്ലാ ആൾക്കാർ വരും. ഇത് കണ്ടാലും ഇങ്ങനത്തെ ഒക്കെ കേട്ടാലും വീണ്ടും ഓരോരോ പാരൻസ് ഇതുപോലത്തെ ഓരോരോ തെണ്ടിക്ക് കെട്ടിച്ചു കൊടുത്ത അവസാനം ഓരോരുത്തരായിട്ട് തൂങ്ങി മരിക്കും. പരമാവധി മക്കൾ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞ അഫെയർ ഉണ്ട്, ഞാൻ അവനെ കല്യാണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ കെട്ടിച്ച് കൊടുക്കുക. ദയവ് ചെയ്ത് അവരെ കൊലക്ക് കൊടുക്കരുത്. അങ്ങനെ കൊലക്ക് കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ അതിന് നഷ്ടം. പെൺകുട്ടികൾ പൊതുവെ ബോൾഡല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്.
ഒരു കാര്യം അവർ തുറന്നു പറയാൻ തയ്യാറില്ല. ഇപ്പം തന്നെ വിഭജിക ചെയ്തതും അത് തന്നെയാണ്. അന്നും വീട്ടിൽ തുറന്ന് പറഞ്ഞില്ല. പരമാവധി നമ്മൾ എല്ലാ കാര്യവും വീട്ടിൽ സംസാരിക്കുക, ഓപ്പണായിട്ട് പറയുക. പലർക്കും ഒരു ഭയമായിരിക്കും, പേടി കാരണം ഒന്നും പറയുന്നില്ല. അതൊക്കെ കാരണം തന്നെയാണ് അവർ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഒന്നും പറയാൻ പറ്റുന്നില്ല. അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരിതൊന്നും അറിയണ്ട, അവർക്ക് വിഷമാവും. അപ്പം അതവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇതൊക്കെ കൊണ്ടാണ് അവരൊന്നും സംസാരിക്കാത്തത്, വീട്ടുകാരോട് തുറന്നൊന്നും പറയാത്ത. ഇനി ഇങ്ങനെ ഒരു വിക്ടിം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുണ്ട്. ഉണ്ടാവുമായിരിക്കുമല്ലേ, ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ്. ഇപ്പം ഇനി ഒരാൾക്ക് അതൊരവസ്ഥയൊന്നും ഇല്ലാതിരിക്കട്ടെ. ഈ നിതീഷ് എന്ന ഒരു എരപ്പൻ, അവനും അവൻ്റെ ഫാമിലിക്കും ഒരുപാട് ആയുസ്സൊന്നും കൊടുക്കാതെ നിയമത്തിന് മുന്നിൽ എത്തിക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. പണം ഉണ്ടായതുകൊണ്ട് വീണ്ടും പുറത്തിറങ്ങുമായിരിക്കുമല്ലേ പെട്ടെന്ന് തന്നെ. വിഭജിക്ക് നീതി കിട്ടട്ടെ, ഇനി ഇങ്ങനെ ഒരാളും ഉണ്ടാവാതിരിക്കട്ടെ, അവൻ മരിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ബൈ.